ഹലോ. ഇന്നിവിടെ ഈ വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ തഥാകഥ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഓർമ്മയാവട്ടെ വലിയ എട്ടുകെട്ട് പോലെ അമ്മ പ്രാവിൻ്റെ വിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കഞ്ഞി തുപ്പിക്കളഞ്ഞു. ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കഥയിലെ കാവ്യാത്മക പ്രയോഗങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ ഇത്തരം പ്രയോഗങ്ങളിൽ തെളിയുന്നുണ്ടോ? ചർച്ച ചെയ്യുക. ഓർമ്മകൾ നഷ്ടപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായതകളെ ഭാവപൂർണതയോടെ ആവിഷ്കരിക്കുന്ന കഥയാണ് തഥാകഥ. മകളെ ചൊല്ലി അമിതമായ ഉത്കണ്ഠകളും വേവലാതികളുമുള്ള അമ്മ സ്മൃതിഭ്രംശത്തിലാണ്. മകളാകട്ടെ അമ്മയെ ഓർമ്മകളിലേക്ക് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനുള്ള ഓരോ ശ്രമവും അമ്മയുടെ അടച്ചിട്ട ഓർമ്മകളുടെ വാതിൽക്കൽ മുട്ടി നൊമ്പരത്തോടെ മടങ്ങി വരുന്നു. അമ്മയുമായുള്ള മകളുടെ ഓർമ്മകളാകട്ടെ നിരവധിയാണ്. അത്രയും തീവ്ര വൈകാരികമായ ആ ബന്ധത്തിൽ മകൾക്ക് മാത്രം ധാരാളം ഓർമ്മ ഉണ്ടായിരിക്കുകയും എന്നാൽ അമ്മയ്ക്ക് മകളെ തന്നെ ഓർമ്മയില്ലാതെ ആവുന്ന അവസ്ഥ ആഴത്തിൽ അവതരിപ്പിക്കാൻ ഈ പ്രയോഗത്തിന് സാധിക്കുന്നുണ്ട്. അമ്മയിലെ ഓർമ്മയുടെ അടരുകൾ തിരികെ എത്തുന്ന നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മകളുടെ വ്യഗ്രതയും ഉത്കണ്ഠയുമാണ് മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്ന വരികളിൽ വ്യക്തമാകുന്നത്. പ്രാവിൻ്റെ വിശുദ്ധമായ കണ്ണുകൾ അമ്മയുടെ നിഷ്കളങ്കമായ അവസ്ഥയും മാതൃത്വത്തിൻ്റെ പരിശുദ്ധിയും വ്യക്തമാക്കുന്നു. അൽഷിമേഴ്സ് എന്ന രോഗം ഒരു രണ്ടാം ബാല്യമാണ്. നിഷ്കളങ്കമായ കണ്ണുകളോടുകൂടി കഞ്ഞി തുപ്പിക്കളയുന്ന അമ്മയിൽ രോഗാവസ്ഥ സൃഷ്ടിച്ച ബാല്യമുണ്ട്. ഇത്തരം കാവ്യാത്മക പ്രയോഗങ്ങൾ കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങളെ ആഴത്തിൽ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളിവിൻ്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ. ഓർമ്മകൾ കൊണ്ട് തിളങ്ങുന്നവ. 7 70 7000 അതിൽ നിറഭേദങ്ങൾ. അമ്മയെ കുളിപ്പിക്കുമ്പോൾ. സാവിത്രി രാജീവൻ. കഥയിലെയും മുകളിൽ നൽകിയ വരികളിലെയും ആശയതലം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സാവിത്രി രാജീവൻ്റെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയിലും അമ്മയുടെ ഓർമ്മയിൽ നിന്ന് നഷ്ടമാകുന്ന മകളുടെ വേദനയാണ്, ചുളിവുകളുടെ എണ്ണമില്ലാത്ത ഞൊറിവളകളാണ് എന്ന പ്രയോഗത്തിൽ നിന്നും അമ്മയുടെ നിസ്സഹായതയുടെ വാർദ്ധക്യ കാഴ്ചയാണ് സാവിത്രി രാജീവൻ വരച്ചിടുന്നത്. അമ്മയുടെ കൈകളിലെ എണ്ണമില്ലാത്ത ചുളിവുകൾ മക്കൾക്കായി ജീവിച്ചതിൻ്റെ ശേഷിപ്പുകളാണ്. 7 70 70000 അതിൻ്റെ നിറഭേദങ്ങൾ എന്ന സംഖ്യാസൂചനയിൽ നിന്ന് അമ്മയുടെ നിസ്സഹായാവസ്ഥയെ കരുണാർദ്രതയോടെ നോക്കിക്കാണുന്ന മക്കളുടെ സങ്കടവും അനുഭാവവും ഒരുപോലെ വ്യക്തമാകുന്നുണ്ട്. മക്കളോടുള്ള കരുതലും സ്നേഹവും നിറച്ചുവെച്ച രണ്ട് ജീവിതങ്ങളെ മക്കൾ തിരിച്ചറിയുകയാണ് കഥയിലും കവിതയിലും. അമ്മമാരുടെ ഓർമ്മകൾ നഷ്ടപ്പെടുമ്പോൾ മക്കൾ ഇല്ലാതാവുകയും വേറിട്ടു പോവുകയും ചെയ്യുമല്ലോ എന്ന ആകുലതകൾ അഷിതയും സാവിത്രിയും രാജീവനും പങ്കുവെക്കുന്നു. അമ്മയുടെ ഓർമ്മകളിൽ നഷ്ടപ്പെട്ടു പോകുന്ന രണ്ട് പെൺമക്കളുടെ തീക്ഷ്ണമായ സങ്കടങ്ങളാണ് അഷിതയും സാവിത്രി രാജീവനും ആവിഷ്കരിക്കുന്നത്. അമ്മയുടെ ഓർമ്മകളിൽ എവിടെയും താൻ ഇല്ലാതായി പോകുന്ന സങ്കടമാണ് അഷിതയുടെ കഥാപാത്രം പങ്കുവെക്കുന്നത്. അമ്മയുടെ നെറ്റിയിലെ ചുളിവുകളും നിവരലുകളും തന്നെ ഓർത്ത് മാത്രമായിരുന്നു. തന്നെക്കുറിച്ചുള്ള അമ്മയുടെ ചിന്തകളും വേവലാതികളുമായിരുന്നു നെറ്റിയിലെ ചുളിവുകളായി മാറിയത്. മകളെ ജീവിതം മുഴുവൻ ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന അമ്മയുടെ സ്നേഹവും കരുതലും ആശങ്കകളും നെറ്റിയിലെ ചുളിവുകൾ സൂചിപ്പിക്കുന്നു. മക്കളുടെ ജീവിതം അമ്മമാരുടെ ഉള്ളിലെ നിശബ്ദ പ്രാർത്ഥനകളാണ്. അവരെത്ര മുതിർന്നാലും അവരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അമ്മമാരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു. അമ്മയുടെ ഓർമ്മകളിൽ മകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വേരറ്റു പോകുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. വേരറ്റാൽ പിന്നെ നിലനിൽപ്പില്ലല്ലോ. മണ്ണിനോടും മനുഷ്യനോടുമുള്ള വേരുകൾ ആരംഭിക്കുന്നത് അമ്മയിൽ നിന്നു തന്നെ. അടുത്ത ചോദ്യം. തഥാകഥ എന്ന ശീർഷകം കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട്? കഥ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അഷിതയുടെ തഥാകഥ എന്ന ചെറുകഥയുടെ തലക്കെട്ട് എല്ലാ അർത്ഥത്തിലും കഥയ്ക്ക് അനുയോജ്യമാണ്. പാലിഭാഷാ പദമാണ് തഥാ ഗത എന്നാൽ അങ്ങനെ പോയവനെന്നും തഥാ അഗത എന്നാൽ അങ്ങനെ പോയിട്ടില്ലാത്തവനെന്നും അർത്ഥം കണക്കാക്കാം. ഓർമ്മകൾ വന്നും പോയും ഇരിക്കുന്ന സ്ത്രീ എന്ന അർത്ഥത്തിലാണ് അഷിതയുടെ കഥയിലെ തഥാകഥ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഓർമ്മകൾ നഷ്ടപ്പെട്ട അമ്മയെ ഓർമ്മയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സ്നേഹനിധിയായ ഒരു മകളുടെ പരിശ്രമം കഥയിൽ ദർശിക്കാൻ കഴിയും. ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോരാൻ ആ മകൾക്ക് കഴിയുന്നില്ല എന്നിരിക്കെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ആ മകൾ ജീവിക്കുന്നത്.
കഥയുടെ പ്രമേയത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തഥാഗത എന്ന ശീർഷകത്തിന് കഴിയുന്നുണ്ട്. താങ്ങി എടുത്ത് പതിവ് പോലെ അധികം ആണ് ഇറങ്ങിപ്പോകുന്ന. മുകളിൽ നൽകിയ പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം കണ്ടെത്തി എഴുതുക. ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി പിരിച്ചെഴുതി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ താങ്ങിയെടുത്ത് ചേർത്ത് എഴുതുമ്പോൾ യകാരം വന്നു. പതിവ് പോലെ. സംവൃതോകാരത്തിനു പകരം വിവൃതോകാരം വന്നു. ഊകാര ചിഹ്നം. അധികമാണ്. അനുസ്വാരം പോയി മകാരം വന്നു. ഇറങ്ങിപ്പോകുന്ന പ ഇരട്ടിച്ചു. കൂടുതൽ ഉദാഹരണങ്ങളെ ഔപചാരികമായ ഓർമ്മയാവട്ടെ എടുക്കുന്നതുവരെ മടങ്ങിപ്പോകുന്നു. അടുത്ത ചോദ്യം. വാർദ്ധക്യത്തിൻ്റെയും പലതരം രോഗപീഠങ്ങളുടെയും നിസ്സഹായതയുടെയും വേദനകൾ അനുഭവിക്കുന്നവരാണ് നമുക്ക് ഒപ്പമുള്ള പലരും. അനുതാപപൂർവ്വം കൈത്താങ്ങ് നൽകി അവരുടെ ജീവിതത്തിൽ പ്രത്യാശയും ആഹ്ലാദവും നിറയ്ക്കേണ്ടത് കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ? പാഠഭാഗവും സ്വാന്തന പരിചരണവുമായി ബന്ധപ്പെട്ട സമകാലിക സംഭവങ്ങളും വിശകലനം ചെയ്ത് മുഖപ്രസംഗം തയ്യാറാക്കുക. ജീവിത സായാഹ്നത്തിലെ സാന്ത്വന പരിചരണം. ആത്മബന്ധങ്ങൾക്ക് പവിത്രതയും മൂല്യവും കൽപ്പിച്ചിരുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിനുള്ളത്. നഗരവൽക്കരണത്തിൻ്റെയും കമ്പോളവൽക്കരണത്തിൻ്റെയും വ്യാവസായികവൽക്കരണത്തിൻ്റെയും ഒക്കെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ പലരും ചോദ്യം ചെയ്യപ്പെടുന്നവരായി വൃദ്ധജനങ്ങൾ മാറുന്നു. വാർദ്ധക്യം ഒരു ശാപമാണ് എന്ന് ചോദിച്ചാൽ അല്ലെന്നും ആണെന്നും ബാധിക്കുന്നവരുണ്ടാകും. പക്ഷേ അത് ഒഴിച്ചുകൂടാൻ ആവാത്തതാണ്. ഇന്നത്തെ കളിക്കുഞ്ഞ് നാളത്തെ വൃദ്ധനാണ്. ഈ അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട് പരാശ്രയത്തിൽ ജീവിക്കുന്നവരാണ് വൃദ്ധജനങ്ങൾ. ആധുനിക യുഗത്തെ തുറിച്ചു നോക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് വാർദ്ധക്യവും ജീവിതവും. ഒരായുസ് മുഴുവൻ അധ്വാനിച്ച് തൻ്റെ കുടുംബത്തിനും മക്കൾക്കുമായി ജീവിതം ഹോമിച്ച് ഒടുവിൽ വീണു പോകുന്നവർ ആണ് കുടുംബങ്ങളുടെ ഇത്തിരി പോന്ന വൃദ്ധതയിൽ വൃദ്ധർക്ക് ഇടമില്ല. ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും വൃദ്ധജനങ്ങളോടുള്ള സമീപനം ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട കഥയാണ് അഷിതയുടെ തഥാഗത. ഓർമ്മകൾ നഷ്ടപ്പെടുന്ന വാർദ്ധക്യത്തിൽ നിസ്സഹായതകളെ ഭാവപൂർണതയോടെ ഈ കഥയും ആവിഷ്കരിച്ചിരിക്കുന്നു. എക്കാലവും തന്നെ ചൊല്ലി വേവലാതിപ്പെട്ട ഒരു അമ്മയെ മകൾ ഓർമ്മയിലേക്ക് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹപൂർണമായ മകളുടെ പെരുമാറ്റവും പരിചരണവും ഈ കഥയ്ക്ക് നമുക്ക് ദർശിക്കാനാകും. സമകാലിക സാമൂഹിക സാഹചര്യത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് വാർദ്ധക്യവും സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയം കൂടിയാണിത്. രോഗങ്ങളും ശാരീരികമായ അസ്വസ്ഥതകളും പെരുകുന്ന കാലമാണ് വാർദ്ധക്യം. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പരിചരിക്കാനോ നേരമില്ലാത്ത മക്കൾ. ആ ചുമതലകൾ ഇന്ന് നിർവഹിക്കുന്നത് വൃദ്ധസദനങ്ങളാണ്. പേരക്കിടാങ്ങൾക്ക് കഥയും കവിതയും പറഞ്ഞും പൊടിയും കൊടുത്തും കഴിഞ്ഞവർ ഇന്ന് കനിവ് കാണാൻ കഴിയുന്നു. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേ മതിയാവൂ. ഉപയോഗശൂന്യമായതിനെ തള്ളിക്കളയുന്നതാണ് പുതിയ സംസ്കാരം. എന്നാൽ നാം ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. കാലത്തെ രൂപപ്പെടുത്തുന്നതിൽ അവർ വഹിച്ച പങ്ക് തള്ളിക്കളയാൻ ആവില്ല. ആത്മബന്ധങ്ങളെ ആവോളം അനുഭവിച്ചറിഞ്ഞ വൃദ്ധജനങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു. ഈ വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് വൃദ്ധജനങ്ങൾക്ക് ആവശ്യമായ സാന്ത്വനവും പരിചരണവും പുതിയ തലമുറ ചെയ്തേ മതിയാവൂ. കാടും മലയും കടന്ന് സോദരർക്കായി അന്നം കൊണ്ടുപോകുന്ന ഉറുമ്പും വിരളി പിടിച്ച കുതിരയെപ്പോലെ മെരുക്കുന്ന ദയയും സ്മൃതിനാശം ബാധിച്ച അമ്മയെ പരിചരിക്കുന്ന മകളും ജീവിതയാത്രയിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ. ജീവിതത്തിൽ പദം ഉറച്ച് മുന്നേറാൻ ഇത്തരത്തിൽ ഒട്ടേറെ ശേഷികളും നൈപുണ്യങ്ങളും നാം നേടേണ്ടതുണ്ട്. യൂണിറ്റിലെ രചനകളും ജീവിതാനുഭവങ്ങളും വിശകലനം ചെയ്ത് പ്രതിസന്ധികളും ജീവിത വിജയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ വിജയവും എന്നതാണ്. ജീവിതയാത്രക്കിടയിൽ നിരവധി അനുഭവങ്ങളിലൂടെ മനുഷ്യർക്ക് കടന്നു പോകേണ്ടതായി വരും. ജീവിതത്തിൽ സന്തോഷിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ അനുഭവങ്ങൾ ഉണ്ടായെന്നും വരാം. ചില വേദനിപ്പിക്കുന്ന നിമിഷങ്ങളിലോ പ്രതിസന്ധി ഘട്ടങ്ങളിലോ എത്തിപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പൊതുവെ നിരാശപ്പെടാറുണ്ട്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. മനനം ചെയ്യുന്നവരാണല്ലോ മനുഷ്യർ, അതായത് യുക്തിപരമായി ചിന്തിക്കുന്നവർ. മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹവുമായി ഇടപെടുമ്പോൾ മാത്രമേ അവന് പൂർണ്ണതയുള്ളൂ.
സമൂഹത്തിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും ലഭിക്കുന്ന അനുഭവങ്ങൾ നമ്മെ രൂപപ്പെടുത്തും എന്നുള്ളതിൽ സംശയമില്ല. ഇങ്ങനെ രൂപപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ കഴിയൂ. ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും ഇവിടെ പ്രധാനമാണ്. കാര്യങ്ങളെ ദീർഘവീക്ഷണതയോടെ നോക്കിക്കാണാനും എല്ലായ്പ്പോഴും ഒരേ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കില്ല നാം കടന്നു പോകുന്നത്. കുടുംബം മുതൽ സമൂഹം വരെ ഇടപെടേണ്ടി വരുമ്പോൾ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും തിരിച്ചടികൾ ഉണ്ടായേക്കാം. ഇത്തരം സന്ദർഭത്തിൽ സന്ദർഭോചിതമായി ഇടപെടാൻ കഴിയണം. മലയാളത്തിൽ പ്രത്യുൽപ്പന്നമതിയും എന്ന ഒരു പദമുണ്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതുതന്നെയാണ്. ചരിത്രവും മനുഷ്യ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന സാഹിത്യകൃതികളും പരിശോധിച്ചാൽ പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ മഹാത്മാക്കളെ കണ്ടെത്താൻ കഴിയും. കുടുംബത്തിൽ നിന്നും തൊഴിലിടങ്ങളിൽ നിന്നും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രയാസപ്പെടുന്നതിനു പകരം ആത്മവിശ്വാസത്തോടെ അതിനെ അതിജീവിക്കാനുള്ള വഴികൾ കണ്ടെത്തണം. അവിടെയാണ് വിജയം നേടാൻ കഴിയുന്നത്. അതായത് ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും സേവന സന്നദ്ധതയും ഉണ്ടെങ്കിൽ ജീവിത പടവുകൾ കയറാൻ യാതൊരു തരത്തിലുള്ള പ്രയാസവും നേരിടേണ്ടി വരില്ല. തെളിഞ്ഞ മനസ്സോടെ ഉറച്ച കാൽവെപ്പോടെ ജീവിത വിജയം നേടിയ മഹാത്മാക്കളെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്രയുമാണ് നമ്മളെ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യോത്തരങ്ങൾ. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ഉപകാരപ്പെടും. എല്ലാവരും നന്നായിട്ട് വായിച്ച് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.